Good afternoon. Good afternoon. Good afternoon. കുട്ടികളൊക്കെ കുറഞ്ഞോ? കേറുന്നവര് കുറവാണല്ലോ ഇപ്പോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മുടെ തേർഡ് മൊഡ്യൂൾസിൽ ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഫോർത്ത് മൊഡ്യൂളില് ഹൗസ് കീപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഹൗസ് കീപ്പിംഗ് എന്താ? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഹൗസ് കീപ്പിംഗ്? അതായത് ഹോസ്പിറ്റലൊക്കെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഹോസ്പിറ്റൽസ് ഒക്കെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന സർവീസ് അല്ലെ, അതാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാല്. നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഇപ്പൊ പല ഹോസ്പിറ്റലുകളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ കാണാൻ വേണ്ടി നമുക്ക് എന്താണ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി അടക്കം ചിട്ടയോട് കൂടിയിട്ടുമാണ് എല്ലാ കാര്യങ്ങളും അവര് ചെയ്യുന്നത്. ചാപ്റ്റർ ഹൗസ് കീപ്പിംഗ്. ഓക്കെ, അപ്പോ ഇപ്പോ ഹോസ്പിറ്റലുകളില് കാലത്ത് തന്നെയാണ് അവര് ആ എംപ്ലോയീസിന്റെയും നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ടാവും. പല പേഷ്യൻസും വരുന്നതനുസരിച്ച് പിന്നെയും അതെന്ത് ചെയ്യും, ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും അല്ലെ. തുടക്കലും മടിക്കലും അങ്ങനെ വൃത്തിയാക്കലൊക്കെ കാണാറില്ലേ നിങ്ങള്? അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹൗസ് കീപ്പിംഗ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്, എന്തൊക്കെയാണ് അവന്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. കുഴപ്പമില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ, അതിന് ഡിഫിക്കൽറ്റീസ് ഒന്നുമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നോക്കിക്കോളൂ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഇത് സെക്കൻഡ് മൊഡ്യൂൾ അല്ല കേട്ടോ, ഫോർത്ത് മൊഡ്യൂൾ ആണ്. ഓക്കെ, ഞങ്ങൾക്ക് തന്നെ ഇതില് സെക്കൻഡ് മൊഡ്യൂളിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ചാപ്റ്റർ നോക്കുമ്പോൾ ചാപ്റ്റേഴ്സ് ഒന്ന് കുറിച്ച് വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പുതിയതായിട്ടുള്ള മൊഡ്യൂൾസ് തന്നില്ലേ നിങ്ങൾക്ക്, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസ്? തന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ചാപ്റ്റർ തന്നേക്കുന്ന പഴയ ഇതിന്റെ ബേസിൽ തന്നെയാണ്. കുറിച്ച് വെച്ചിട്ട് നോക്കിക്കോളൂ കേട്ടോ, ഏതൊക്കെയാണ് ഫോർത്തും തേർഡും എന്നുള്ളത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ നോക്കിക്കോളൂ. എ പേഷ്യന്റ് coming for the time to a hospital when welcomed a tidy environment as well as a elegant feelings lessens half of his misery and increase his confidence in hospital. എന്താണ് tidy എന്ന് പറഞ്ഞാൽ? എന്താ tidy എന്താ മീനിങ്? tidy എന്താ മീൻ ചെയ്യുന്നത്? വൃത്തിയുള്ള. വൃത്തിയുള്ള. അപ്പോ നമ്മളൊരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലോട്ട് കടന്നു വരുമ്പോ എന്താണ് ഒരു ടൈഡി എൻവയോൺമെന്റ്, വൃത്തിയുള്ള എൻവയോൺമെന്റ് കാണുമ്പോ എന്തായിരിക്കാം ഫീൽ ചെയ്യുന്നത്? നിങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കാം ഫീലിംഗ്? നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കാം? നല്ല ഹോസ്പിറ്റലിലോട്ട് കടന്നു വരുമ്പോ നല്ല വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് അവര് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കാം നിങ്ങളുടെ ഫീലിംഗ്? നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഫീലിംഗ് എന്തായിരിക്കാം? കംഫർട്ടബിൾ, ഗുഡ് ഫീലിംഗ്. ഓക്കെ, പിന്നെ വേറെ കമന്റ് ഒന്നുമില്ല? ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഉള്ളിൽ അല്ലെ, നമ്മള് ഓരോ ഹോസ്പിറ്റലിലോട്ട് കടന്നു വരുമ്പോ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം അവര് പ്രൊവൈഡ് ചെയ്യുമ്പോ നല്ലൊരു സന്തോഷമുള്ള, എലിഗന്റ് എന്ന് പറഞ്ഞാല് സുന്ദരമായ എന്നാണ് ഇവിടെ അർത്ഥമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ എലിഗന്റ്, ഒരു പ്ലസന്റ് ഫീലിംഗ്, സന്തോഷമുള്ള ഫീലിംഗ് കിട്ടുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ. വെരി ഗുഡ്. അപ്പൊ എന്താണ് നല്ല രീതിയിലുള്ള ഒരു സന്തോഷമുള്ള ഒരു ഫീലിംഗ്, പ്ലസന്റ് ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ലെസൺസ് ഹാഫ് ഓഫ് ഹിസ് മിസറി. മിസറി എന്ന് പറഞ്ഞാല് ദുരിതം എന്നാണ്
അർത്ഥം വരുന്നത് കേട്ടോ. മിസറി മീൻസ് ദുരിതം. അപ്പോ നമ്മളൊരു പേഷ്യന്റ് അല്ലെ, ഒരു പേഷ്യന്റ് ആണ് ഹോസ്പിറ്റലിലോട്ട് കടന്നു വരുന്നത്. ആ കടന്നു വരുന്നവന്റെ ആ ദുഃഖം അല്ലെങ്കിൽ ദുരിതം, രോഗം ഒക്കെ കുറയ്ക്കാനായിട്ട്, ലെസൻസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻക്രീസസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ഹോസ്പിറ്റൽ. കോൺഫിഡൻസ് ഇൻക്രീസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ടൈഡി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഒരു പേഷ്യൻസിന് ലഭിക്കുന്നത്. എന്തൊക്കെയാണ്? എലിഗന്റ് ഫീലിംഗ് ലഭിക്കുന്നുണ്ട്. അതിന്റെ ആ രോഗം പകുതി മാറാനായിട്ട് അല്ലെ, ഒരു പകുതി മാറാന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? പകുതി മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഹൗസ് കീപ്പിംഗ് സർവീസ്, അതർവൈസ് കോൾഡ് എൻവയോൺമെന്റൽ സർവീസ്. ഇമ്പോർട്ടന്റ് ആണ്. ഹൗസ് കീപ്പിംഗ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ്. അടിയിലൊന്ന് വരച്ചു വെക്കാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗസ് കീപ്പിംഗ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് environmental services. Are very important in providing a safe, cleaning, pleasant, orderly and functional environment for both the patient and the hospital officials. Okay, hospital officials എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ഉദ്യോഗസ്ഥര്. അപ്പോ ഇങ്ങനെ നല്ലൊരു വൃത്തിയുള്ള എൻവയോൺമെന്റ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള രോഗികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു വൃത്തിയുള്ള ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ നല്ലൊരു സേഫ് ആയിട്ടും അതുപോലെ ക്ലീൻ ആയിട്ടും വൃത്തിയുള്ളതും പ്ലസന്റ് ആയിട്ടുള്ളതും, ഓർഡർലി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിട്ടയായിട്ട്. ഓർഡർലി മീൻസ് ചിട്ടയായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ഫങ്ഷണൽ അല്ലെ, പ്രവർത്തനപരമായ ഒരു അന്തരീക്ഷവും ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്കാ പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ വരുന്ന രോഗികൾക്കായാലും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചത്? ഒരു നല്ലൊരു വൃത്തിയുള്ള ടൈഡി അല്ലെ, എന്താണ്, നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല എലിഗന്റ് ഫീലിംഗ്, സന്തോഷമുള്ള ഫീലിംഗ് ലഭിക്കുന്നുണ്ട്. അവന്റെ രോഗം പകുതി മാറാനായിട്ട്, കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? അവിടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഹൗസ് കീപ്പിംഗ് സർവീസസ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? എൻവയോൺമെന്റൽ സർവീസസ്. ഇങ്ങനെ നല്ല രീതിയിൽ ഹൗസ് കീപ്പിംഗ് സർവീസ് നല്ല രീതിയിൽ സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടും പ്ലസന്റ് ആയിട്ടും ചിട്ടയുള്ളതുമായിട്ടുള്ള അതുപോലെ തന്നെ എന്താണ്? പ്രവർത്തനപരമായ ഒരു അന്തരീക്ഷം ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെയുള്ള പേഷ്യൻസിനും അവിടെ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽ സ്റ്റാഫിനും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കിയേ. The three important housekeeping tasks in hospitals consist of following. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റിൽ അവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ടു ക്ലീനിങ്, അവിടെ ക്ലീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് ക്ലീനിങ് ആക്കാം. ടു ക്ലീനിങ് ആൻഡ് ക്യാനിങ് എന്നുള്ളത് വെട്ടാം, അതവിടെ വേണ്ട കേട്ടോ. ടു ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ഹൈ ടച്ച് സർഫസസ് ഇൻ പേഷ്യന്റ് റൂംസ് ആൻഡ് റെസ്റ്റ് റൂംസ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ 3 പ്രധാനപ്പെട്ട ടാസ്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? പേഷ്യൻസ് റൂമും, പേഷ്യന്റ് കിടക്കുന്ന റൂമും അതുപോലെ റെസ്റ്റ് റൂമുകളും നല്ല രീതിയിൽ ക്ലീനിങ് ആക്കുകയും അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. ഹൈ ടച്ച് സർഫസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൊടാൻ പറ്റുന്ന പ്രതലങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് കേട്ടോ പേഷ്യൻസ് റൂംസിൽ നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, പെട്ടെന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്ന സർഫസസ് ഉണ്ടാവും. അതിനെയാണ് ഹൈ ടച്ച് സർഫസസ് എന്ന് പറയുന്നത്.
ഉപരിതലം. ഓക്കെ, അപ്പോ അവിടെ പേഷ്യൻസ് റൂംസിലും അതുപോലെ തന്നെ റെസ്റ്റ് റൂംസും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. ഇനി എന്താണ്, to fill up empty paper balls, paper towels and soap. Soap എന്നാക്കണേ, SOAP. Paper towels, soap container and office supplies. എന്താണ്, എംപ്റ്റി ആയിട്ടുള്ള പേപ്പർ ടവൽസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് എംപ്റ്റി ആണെങ്കിൽ അത് ഫിൽ ചെയ്യാം. അതുപോലെ സോപ്പ് കണ്ടെയ്നർ ഉണ്ടാവും, അപ്പൊ ആ കണ്ടെയ്നർ ഒക്കെ സോപ്പ് ഇല്ലെങ്കിൽ അത് ഇതാക്കി വെക്കാം, ഫില്ലാക്കി വെക്കാം. പിന്നെ ഓഫീസ് സപ്ലൈസ്, ഓഫീസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും, അത് ഫിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഫിൽ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങള്. പേപ്പർ ടവൽസ്, സോപ്പ് കണ്ടെയ്നർ, ഓഫീസ് സപ്ലൈസ്. ഇനി എന്താണ്, ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. സ്പെല്ലിംഗ് എറർ ഉണ്ട്, അവിടെ ഒന്ന് പ്രോപ്പർലി ആക്കണം. വേസ്റ്റ് എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽ വേസ്റ്റ് നല്ല രീതിയിൽ ഡിസ്പോസൽ, നിർമ്മാർജ്ജനം ചെയ്തിട്ട് വേണം. 3 കാര്യങ്ങളാണ് ഹൗസ് കീപ്പിംഗിന്റെ ടാസ്കുകളായിട്ട് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്, ക്ലീൻ ചെയ്യാം അല്ലെ. എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്, പേഷ്യൻസ് റൂമും അതുപോലെ റെസ്റ്റ് റൂമും നല്ല രീതിയിൽ ക്ലീൻ ആക്കുകയും അത് സാനിറ്റൈസ് ചെയ്യുകയും വേണം. പിന്നെന്താ, എംപ്റ്റി ആയിട്ടുള്ള പേപ്പർ ടവൽസ് ഉണ്ടാവും, സോപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ടാവും, അതുപോലെ ഓഫീസ് സപ്ലൈസ്, ഓഫീസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യാം, ഫിൽ ചെയ്യാം. പിന്നെന്താണ്, ഹോസ്പിറ്റൽ വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്ത് കളയാം. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷനും ഈ 3 ടാസ്കുകളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്? 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് നോക്കിയേ, ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. ഹൈജീനിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈജീനിക് എന്താ? വൃത്തിയുള്ള അല്ലെ. അപ്പോ ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റ്, ശുചിത്വമുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് കമ്മ്യൂണിറ്റി. ഹോപ്സ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, സമൂഹത്തിന്റെ പ്രതീക്ഷകള് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗിലൂടെ സഹായിക്കുന്നുണ്ട്, അതിനെ സാധിക്കുന്നുണ്ട്. ഇപ്പോ ഒരു പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ പബ്ലിക്കിന്റെയും ലക്ഷ്യങ്ങൾ അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ അവർക്ക് എന്താണ്, നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റൽ. ചിലവരൊക്കെ എന്താണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നും പോകില്ല. കാരണം എന്തായിരിക്കാം? കാരണം എന്താവാം? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താവാം? വൃത്തിയൊന്നും ഇല്ല. ഇപ്പൊ പക്ഷെ എന്താണ്, ഒന്നും കൂടി നല്ല വ്യക്തമായിട്ട് വരുന്നുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ. പഴയ കാലങ്ങളിലൊക്കെ എന്താണ്, വൃത്തിയും ശുചിത്വവും ഒന്നും ഉണ്ടാവില്ല, അപ്പൊ ആർക്കും അവിടെ പോവാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പബ്ലിക്കിന്റെയും അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിന്റെയും പ്രതീക്ഷ എന്തായിരിക്കും? നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റല് അല്ലെങ്കിൽ വൃത്തിയുള്ള കെയറിങ്, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ മീറ്റ് ചെയ്യാനായിട്ട് ഹൗസ് കീപ്പിംഗിലൂടെ
സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്, ടു എന്നാക്കണം കേട്ടോ. തേർഡില് ടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടു എന്നാക്കാം. To maintain a high reputation of the hospital. Reputation എന്താ? Reputation പ്രശസ്തി ട്ടോ, പ്രശസ്തി. അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി ഉയർത്താനായിട്ട് ഹൗസ് കീപ്പിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഹൗസ് കീപ്പിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ അല്ലെ പബ്ലിക്കിന്റെ പ്രതീക്ഷകൾ മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ഹോസ്പിറ്റലിന്റെയും റെപ്യൂട്ടേഷൻ നിലനിർത്താനായിട്ടും അതുപോലെ അത് ഹൈ ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഓരോ ഹോസ്പിറ്റലും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലൂടെ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ് നോക്കിയേ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്: common sanitization, cleanliness and comfortable environment എന്നാക്കണം കേട്ടോ. Comfortable environment. 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 Common sanitization, cleanliness and comfortable environment. In the second point, developing polite, reliable and friendly atmosphere. And pleasant എന്നുള്ളത് വെട്ടി കളഞ്ഞിട്ട് അവിടെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നാക്കണം. Friendly atmosphere. Okay. For objectives of housekeeping, നമ്മൾ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. Common sanitization, cleanliness and comfortable environment. അല്ലെ, നല്ല രീതിയിൽ സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുചിയുള്ള. ക്ലീൻലിനെസ് എന്താണ്? വൃത്തിയുള്ള അല്ലെ, ശുചിയുള്ളതും വൃത്തിയുള്ളതും. അതുപോലെ തന്നെ കംഫർട്ടബിൾ, സുഖപ്രദവുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി എന്താണ്? Developing polite, reliable and friendly atmosphere. Polite എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യമായ. Reliable എന്താണ്? വിശ്വാസയോഗ്യമായ. യോഗ്യമായതും വിശ്വാസയോഗ്യമായതും അതുപോലെ തന്നെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹൗസ് കീപ്പിംഗില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്, ഓരോ പേഷ്യൻസിനും ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ട്ലി റിലേഷൻസ്. എന്താണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലേ ഹോസ്പിറ്റലുകളില്. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഇടയില്, പല ഡിപ്പാർട്ട്മെന്റ്സുകൾക്കും ഇടയിലുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഗുഡ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ സാധിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ. ഇനി എന്താണ്? എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. എന്താണ് സേഫ്റ്റി അല്ലെ? സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആർക്കൊക്കെയാണ് സേഫ്റ്റി ഉറപ്പ് വരുത്തേണ്ടത്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്, പേഷ്യൻസിന്. ഇവിടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, ആ റിലേറ്റീവ്സിന് നമ്മള് ഈ ഹൗസ് കീപ്പിംഗിലൂടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നു. ഇനി എന്താണ്? ക്വാളിറ്റി റിസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. എന്തൊക്കെയാണ് സാനിറ്ററി എക്യുപ്മെന്റ്സ് വരുന്നത്? സാനിറ്ററി എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? സാനിറ്ററി എക്യുപ്മെന്റ്സ് അറിയാൻ പറ്റുമോ? സാനിറ്ററി എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന്? ലിക്വിഡ്സ്, ഡെറ്റോൾസ്, ഓക്കെ, സാനിറ്റൈസർ, ഡിറ്റർജന്റ്, സോപ്പ്,
മോപ്സ്. ഓക്കെ, മിസ് പറഞ്ഞു തരാം കേട്ടോ. സാനിറ്ററി എക്യുപ്മെന്റ്സിൽ വരുന്നത് ടെസ്റ്റ് പെൻസ് വരും, വാക്യൂം ക്ലീനേഴ്സ്, ബ്രൂംസ്, അതുപോലെ ബ്രഷ്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആണ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത്. ടെസ്റ്റ് പെൻസ്, വാക്യൂം ക്ലീനർ, ബ്രൂംസ്, ബ്രഷ്. ഇനി ക്ലീനിങ് ഏജൻസ്, അതിലാണ് എന്ത് വരാ, ലിക്വിഡ്സ് അല്ലെ, ഡെറ്റോളൊക്കെ ലിക്വിഡ്സിൽ പെടുത്താവുന്നതാണ്. ലിക്വിഡ്സ് വരും, പൗഡറുകള്, അതുപോലെ തന്നെ സ്പ്രേ. ലിക്വിഡ്സ്, പൗഡേഴ്സ്, സ്പ്രേ. കിട്ടിയോ എല്ലാവർക്കും സാനിറ്ററി എക്യുപ്മെന്റ്സും ക്ലീനിങ് ഏജൻസും? ഓക്കെ, സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെയും അതുപോലെ തന്നെ ക്ലീനിങ് ഏജൻസിന്റെയും ക്വാളിറ്റി നിലനിർത്താം. ഇനി എന്താണ് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുകയും അതിന് ഫീഡ്ബാക്ക് എഴുതുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞു സാനിറ്റേഷൻ, ക്ലീനിനെസ് അല്ലെ. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല് ശുചിയുള്ളത്, വൃത്തിയുള്ളതും അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് യോഗ്യമായതും വിശ്വാസയോഗ്യമായതും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ. പിന്നെന്താണ് പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സുകൾക്കിടയിൽ ആരോഗ്യപരമായ ഒരു റിലേഷൻഷിപ്പ്, ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവരുടെ റിലേറ്റീവ്സിനായാലും ബന്ധുക്കൾക്കായാലും സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്, ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെയും അതുപോലെ ക്ലീനിങ് ഏജൻസിന്റെയും ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിലനിർത്തണം. പിന്നെന്താണ് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ്, റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുകയും അതിന് ഫീഡ്ബാക്ക് എഴുതുകയും ചെയ്യും. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കട്ടോ. അയച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ. നമ്മള് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും എന്താണ് ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പഠിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗിനും എന്തുണ്ട്, ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ ലൊക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് all areas and departments of the hospital. ഹോസ്പിറ്റലുകളില് പല ഏരിയാസും ഉണ്ട്, പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. അവിടെ എല്ലാം എന്തുണ്ടാവും, ഹൗസ് കീപ്പിംഗ് സർവീസുകൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഏരിയാസ് ഉണ്ടാവും. Though may be situated in a non-prime area. ഇനി ഈ ഹൗസ് കീപ്പിംഗ് ഏരിയാസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? പ്രധാനമായിട്ടുള്ള ഒരു ഏരിയാസിലായിരിക്കില്ല, പ്രധാനമായിട്ടുള്ള ഒരു നോൺ പ്രൈം ഏരിയാസിലായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഹൗസ് കീപ്പിംഗ് ഏരിയ ആണോ കാണാറ്? അല്ലല്ലേ. അവിടെ എന്തുണ്ടാവും, റിസപ്ഷൻ ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ കാണുന്നത്. അപ്പോ പ്രധാനമായിട്ടും വേണ്ട ഒന്ന് തന്നെയാണ് ഹൗസ് കീപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ എന്താണ്
അത് പ്രധാനമായിട്ടുള്ള ആ സ്ഥലത്തായിരിക്കില്ല, ഒരു ഒഴിഞ്ഞ അല്ലെങ്കിൽ എന്താണ് ഒരു നോൺ പ്രൈം പ്രധാനമല്ലാത്ത ഒരു ഏരിയയിലായിരിക്കും, സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്. It should be as far as possible centrally located. അപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അവിടെ ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഹൗസ് കീപ്പിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പൊ ഈ ഹൗസ് കീപ്പിംഗ് ഏരിയാസ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സെൻട്രലിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നീണ്ടു നിവർന്നല്ല കിടക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റില് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മൂലയ്ക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സെൻട്രൽ ആയിട്ടായിരിക്കും. അപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയും കൊണ്ടുപോകാൻ എളുപ്പമൊക്കെ അതായത് കൊണ്ട് തന്നെ എന്താണ് സെൻട്രൽ ആയിരിക്കും ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. എന്താണ് and close to the vertical transport system to make way for easy movement to housekeeping materials and equipments. ഈ ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും ചിലപ്പോൾ എന്താണ്, ചിലത് ഭയങ്കര ഭാരമുള്ളത്, ഇപ്പൊ വാക്യൂം ക്ലീനർ അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഭാരമുള്ളത് തന്നെയല്ലേ. അതുകൊണ്ട് നമുക്ക് കയ്യിലൊന്നും എടുത്ത് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല മറ്റു പലയിടത്തേക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഉന്തുവണ്ടികളിലായിരിക്കും അവര് കൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള സിസ്റ്റം സൗകര്യങ്ങൾ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുത്തനെയുള്ള, അപ്പോ സ്ലോപ്പ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ഉന്തിക്കൊണ്ടൊക്കെ പോവാനായിട്ട്, നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടികൾ ഉന്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പെട്ടെന്ന് ചെറിയ തരത്തിലുള്ള സ്ലോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളും അവിടെ ആവശ്യമാണ്. ഈ ഐറ്റംസ് മെറ്റീരിയൽസ് എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും ആവശ്യമാണ് എന്നാണ് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ലൊക്കേഷൻ എന്താ പറഞ്ഞത്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എല്ലാ ഏരിയാസിലും എന്തുണ്ട്, ഈ ഹൗസ് കീപ്പിംഗ് ഏരിയാസ് ഉണ്ട്. അതൊരു നോൺ പ്രൈം ഏരിയാസിൽ, ഒരു പ്രധാനമല്ലാത്ത ഒരു ഏരിയാസിലായിരിക്കും അതിന്റെ ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും സെൻട്രൽ ആയിട്ടായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ എന്താണ്, ഓരോ ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ നമുക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, ഭാരമുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉന്തുവണ്ടിയില് കൊണ്ടുപോകും. അപ്പൊ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും ആ ഹോസ്പിറ്റലില് ഉണ്ടാകണം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഓർഗാനോഗ്രാം അല്ലെ, ഹൈറാർക്കി. ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ വരും എന്നുള്ള ഒരു ഓർഗാനോഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാഫ് കേട്ടോ. ഓക്കെ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? ഹൗസ് കീപ്പർ മാനേജർ ആണ്. ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ആരാണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഇനി അവർക്ക് കീഴിൽ വരുന്ന ആരാണ്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് പൊസിഷനില് മാനേജർ ഉണ്ടാവും, അദ്ദേഹത്തിന് താഴെ വരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഉണ്ടാവും, ആൻഡ് പിന്നെന്താണ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ഇനി അവർക്ക് കീഴിൽ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഫസ്റ്റ് വൺ നോക്കിയേ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ആരാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജർ എന്ന് പറഞ്ഞാല്? ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ലീഡ്സ് എന്ന് പറഞ്ഞാല്? ലീഡ്സ് എന്താ? ലീഡ്സ് എന്താണ്? നയിക്കുക. ലീഡ്സ് എന്ന് പറഞ്ഞാല് നയിക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ആരാണ്? ഈ മാനേജർ ആണ്, ഹൗസ് കീപ്പർ മാനേജർ ആണ്. അപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നയിക്കുന്ന ഒരാളാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. He or she should be able to form, control and develop housekeeping service in the hospital. അപ്പോ അവനോ അവളോ ആയിക്കോട്ടെ, ആരായിരുന്നാലും ആ മാനേജർ അവനോ അവളോ ആയിക്കോട്ടെ,
ആരായിരുന്നാലും എന്താണ് അതിന്റെ ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് സർവീസിന്റെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ എന്താണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും ആരാണ്? ഈ ഹൗസ് കീപ്പർ മാനേജറാണ്. കിട്ടിയോ? അത് മനസ്സിലായോ? എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നയിക്കുന്നു. അതുപോലെ തന്നെ അവനോ അവളോ ആരെങ്കിലും ആയിക്കോട്ടെ, അവനായാലും അവളായാലും എന്താണ് എല്ലാ കാര്യങ്ങളും ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ പ്രൊസീജിയേഴ്സും പോളിസീസും ഒക്കെ ഫോം ചെയ്യുകയും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണ്. അതിന് ഏബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. രൂപീകരിക്കുക, ഫോം ചെയ്യുക എന്ന് പറഞ്ഞാല് രൂപീകരിക്കുകയും എല്ലാ കാര്യങ്ങളും രൂപീകരിക്കുകയും അത് കൺട്രോൾ ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ഒക്കെയാണ്. ഇനി എന്താണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഇപ്പൊ രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. മാനേജറിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഉണ്ട്, അതുപോലെ ഫ്ലോർ സൂപ്പർവൈസർ ഉണ്ട്. Trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. Trained എന്ന് പറഞ്ഞാൽ എന്താണ്? Trained എന്താ? Trained എന്ന് പറഞ്ഞാല് പരിശീലനം. ഓക്കെ, പിന്നെന്താണ് ഈ അക്വന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വന്റന്റ് പരിശീലനം തന്നെയാണ് കേട്ടോ. പരിചയമുള്ള പരിചയം എന്നുള്ളത്. അപ്പൊ നല്ല രീതിയിൽ എന്താണ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് പരിചയം ലഭിച്ചവരും അല്ലെങ്കിൽ എന്താണ് പരിശീലനം ലഭിച്ചവരും പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ആര്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും അതുപോലെ തന്നെ ഫ്ലോർ സൂപ്പർവൈസറും. ഈ രണ്ടുപേരും എന്തായിരിക്കണം? ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് നല്ല രീതിയിൽ പരിശീലനം ലഭിച്ചവരും അതുപോലെ തന്നെ പരിചയ സമ്പന്നരുമായിരിക്കണം. പിന്നെന്താണ്? ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അവരുടെ അടിയിൽ വരുന്ന അവരുടെ കീഴിൽ വരുന്ന എംപ്ലോയീസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളായിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസറുടെ കടമകൾ എന്തൊക്കെയാണ്? അവരെന്തായിരിക്കണം? ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് പരിശീലനം ലഭിച്ചവരും നല്ല രീതിയിൽ അവർക്ക് പരിചയ സമ്പന്നരുമായിരിക്കണം. അതിന് പരിചയ സമ്പന്നരുമായിരിക്കണം. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ എന്താണ്? ഈ എംപ്ലോയീസിനെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളായിരിക്കണം. ഇനി എന്താണ്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്, അവർക്ക് കീഴിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഓക്കെ, മോസ്റ്റ്ലി ഇൻ എക്സ്പേർട്ട് ഓർ ലോവസ്റ്റ് പെയ്ഡ്. ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇൻ എക്സ്പേർട്ട് ആയിരിക്കും. എക്സ്പേർട്ടുകൾ ആയിരിക്കില്ല അല്ലെ, ഇൻഎക്സ്പേർട്ട് ആയിരിക്കും. അതുപോലെ ലോവസ്റ്റ് പെയ്ഡ്, അവരുടെ സാലറി എന്ന് പറയുന്നത് ലോ ആയിരിക്കും, കുറവായിരിക്കും അവർക്ക് കിട്ടുന്ന സാലറി. മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി ഈ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ അവർക്ക് എങ്ങനെയാണ് ഫെമിലിയർ ആകുന്നത്? ഈ എംപ്ലോയീസിന് കിട്ടുന്ന ട്രെയിനിങ്ങിലൂടെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൂടെയുമാണ് ഈ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ അവർക്ക് ഫെമിലിയർ ആകുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇൻഎക്സ്പേർട്ടും അതുപോലെ ലോവസ്റ്റ് പെയ്ഡ്, സാലറി കുറഞ്ഞവരുമാണ് ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറില് എങ്ങനെയാണ് അവർക്ക് ഫെമിലിയർ ആകുന്നത്? അതിനകത്ത് നല്ല രീതിയിൽ ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെയും അവർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെയും. എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുറെ ആളുകള് ചിലപ്പോ അവരുടെ മേലുദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ലേ ഓരോ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയാണ് എഡ്യൂക്കേഷൻ അവർക്ക് ലഭിക്കുന്നത്. അതിലൂടെ ഇങ്ങനെ എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെയാണ് ഈ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ അവര്
അത് പരിചയസമ്പന്നത ആകുന്നത്, ഫെമിലിയർ ആകുന്നത്. കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓർഗാനോഗ്രാമിൽ നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ, മാനേജർ ഉണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ആര്? മാനേജർ എന്ന് പറയുന്നത്. ഇനി മാനേജർക്ക് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആണ്, ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ ഉണ്ട്. ഇനി ഇവർക്ക് കീഴിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലുള്ളവരാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. കിട്ടിയോ? ഒന്ന് വായിച്ചു നോക്കിയോ ഓർഗാനോഗ്രാം? വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ആണോ? ഓക്കെ. ഇനി നോക്കിയേ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. സൗകര്യങ്ങൾ എന്താണ്? ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ, മെറ്റീരിയൽസ് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസുകൾ എങ്ങനെയായിരിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, the following facilities and space are needed for housekeeping. ഹൗസ്കീപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസുകള്, സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സൗകര്യങ്ങളും സ്പേസുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അതാണ് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർക്ക് എന്ത് വേണം? ഒരു ഓഫീസ് വേണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർക്ക് ഒരു ഓഫീസ് വേണം. പിന്നെന്താണ്? ഏരിയ ഫോർ ക്ലിനിക്കൽ വർക്ക്. ക്ലിനിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആവശ്യമാണ്. ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് ഒരു ഓഫീസ് ആവശ്യമാണ്. ആൻഡ് ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസേഴ്സിനും എന്താവശ്യമാണ്? ഓഫീസ് ആവശ്യമാണ്. അപ്പൊ അവർക്കും എന്ത് വേണം? ഓഫീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. It is desirable that the floor supervisor are physically located in their concerned area of supervision where the person under them work. ഇനി ഈ ഫ്ലോർ സൂപ്പർവൈസർക്ക് അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കീഴിൽ വരുന്നവരാണ് ഈ ഫ്ലോർ സൂപ്പർവൈസേഴ്സിന്റെ കീഴിൽ വരുന്നവരാണ് ആര്? നമ്മൾ പഠിച്ചല്ലേ? ആരാണ് വരുന്നത് കീഴില്? ഫ്ലോർ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആണ് അല്ലെ? ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് ഈ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഈ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ഏതാണോ, ആ എംപ്ലോയീസിന്റെ ഏരിയ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഈ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായോ? ആ പോയിന്റ് പിടികിട്ടിയോ എന്താണെന്നുള്ളത്? ആ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് ഈ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലായിരിക്കണം ഈ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ പോയിന്റ്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കിട്ടി എല്ലാവർക്കും? ഓക്കെ. ഇനി ഫോർത്ത് പോയിന്റ് നോക്കിയേ, സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് റൂം വേണം. ഇനി സ്റ്റോറേജ് റൂം ഉണ്ടായാൽ മാത്രം പോരാ, അതിനകത്ത് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്പേസ് വേണ്ടേ? അതാണ് അടുത്ത
പോയിന്റ് സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ആ സ്റ്റോറേജ് റൂംസിൽ എന്ത് വേണം? ആ മെറ്റീരിയൽസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് വേണം. ഇനി നോക്കിയേ, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് on all floors throughout the hospital equipped with floor sinks and space and shelves of housekeeping equipments, carts, buckets and supplies. എന്താണ് carts? എന്താ carts? പറഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മള് carts? CART, cart. എന്താണത്? carts എന്താ? ഉന്തുവണ്ടി ട്ടോ, ഉന്തുവണ്ടി. നമ്മള് തള്ളിക്കൊണ്ട് പോകില്ലേ, അതിനെയാണ് ട്ടോ വണ്ടി, ഉന്തുവണ്ടി. ഇനി ഇവിടെ ക്ലോസറ്റ്സ് എന്ന് കണ്ടില്ലേ, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്. അതിന് രണ്ട് അർത്ഥമാണ് ഉള്ളത്. എന്താണ്? ഒന്ന് ക്ലോസറ്റ്സ് എന്നും അതുപോലെ തന്നെ എന്താണ് ടോയ്ലറ്റ്, ടോയ്ലറ്റ് എന്നും അതുപോലെ തന്നെ എന്താണ് അലമാര ട്ടോ, അലമാര. ടോയ്ലറ്റും ടോയ്ലറ്റ് എന്നും അതുപോലെ തന്നെ അലമാര എന്നും അർത്ഥമുണ്ട്. അപ്പോ ഇവിടെ ഫസ്റ്റ് പോയിന്റിലെ മീനിങ് എന്താണെന്ന് പറയുന്നത്, ഹോസ്പിറ്റലില് എന്തുണ്ട്? ഉടനീളമുള്ള എല്ലാ നിലകളിലും ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്, അതുപോലെ ഫ്ലോർ സിങ്സ്, ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ കാർട്സ്, ഉന്തുവണ്ടികള്, ബക്കറ്റ്സ് എന്നിവയ്ക്കുള്ള സ്പേസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഷെൽഫുകൾ, ഓരോ എക്യുപ്മെന്റ്സ് മെറ്റീരിയൽസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഷെൽഫുകൾ ആവശ്യമാണ്. അപ്പൊ ഈ ഷെൽഫുകളും ഓരോ സ്പേസുകളും കൊണ്ട് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും സജ്ജീകരിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഹൗസ് കീപ്പിംഗ് ഏരിയാസ് ഉണ്ടാവുമല്ലോ. ആ ഹൗസ് കീപ്പിംഗ് ഏരിയാസിന് വേണ്ടിയിട്ടുള്ള, ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സ്പേസും അതുപോലെ തന്നെ സെൽഫുകളും ആവശ്യമാണ്. അത് രണ്ടും സജ്ജീകരിച്ചിരിക്കണം, പ്രോപ്പറായിട്ട് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിൽ സജ്ജീകരിച്ചിരിക്കണം. ഇനി ഇവിടെ ഫ്ലോർ സിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ നമ്മള് കുളിക്കുമ്പോ, ബാത്റൂമിലേക്ക് കുളിക്കുമ്പോ ഇങ്ങനെ വെള്ളം പോവാനായിട്ടുള്ള അരിപ്പ പോലുള്ള ഒരു സാധനം ഇല്ലേ, മെറ്റീരിയൽ ഇല്ലേ, അതാണ് ഇപ്പൊ ഫ്ലോർ സിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ബാത്റൂമിൽ കുളിക്കുമ്പോ നമ്മള് വെള്ളം പോവാനായിട്ട്, പൈപ്പിലൂടെ വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പ പോലത്തെ ഇത് വെക്കില്ലേ, അതാണ് ഫ്ലോർ സിങ്ക് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? As a part of daily routine, supplies for daily use on the floors and departments should be delivered to their closets directly. ഇവിടെ ക്ലോസറ്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അലമാര. ഈ ഡെയിലി റുട്ടീന് വേണ്ടിയിട്ട്, ദൈനംദിന ജോലികൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുണ്ടാവും, ഹൗസ് കീപ്പിംഗ് ഏരിയാസ് ഉണ്ടാവും അല്ലെ. അപ്പോ ഈ അലമാരയിൽ നിന്ന് ഓരോന്നും, ഓരോ ഡെയിലി റുട്ടീന് വേണ്ടിയിട്ടുള്ള സാധനങ്ങള് അലമാരയിൽ നിന്ന് ഡയറക്ട്ലി എടുത്തിട്ട് പോയിട്ടാണ് അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സിൽ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം, ക്ലറിക്കൽ വർക്ക് ചെയ്യാനുള്ള ഏരിയ വേണം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഓഫീസ് വേണം, അതുപോലെ സൂപ്പർവൈസേഴ്സിന് അവിടെ ഇരിക്കാനായിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് വേണം. അതുപോലെ ഫ്ലോർ സൂപ്പർവൈസേഴ്സിന്റെ ഓഫീസ് എന്ന് പറയുന്നത് അവിടെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുത്തിരിക്കുന്ന ആ ഏരിയ, വർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഫ്ലോർ സൂപ്പർവൈസറുടെ ഓഫീസ് ഉണ്ടാവാനായിട്ട്. അതുപോലെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് റൂം വേണം. സ്റ്റോറേജ് റൂം ഉണ്ടായാൽ മാത്രം പോരാ, സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൂടി ആവശ്യമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹൗസ് കീപ്പിംഗ് ഏരിയാസ് ഉണ്ടാവും. ആ ഹൗസ് കീപ്പിംഗ് ഏരിയാസില് ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് വെക്കാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസുകളും ഷെൽഫുകളും ആവശ്യമാണ്. പിന്നെ എന്താണ്? ഡെയിലി റുട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ദൈനംദിന ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അലമാരയിൽ നിന്ന് സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ?
ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇനി മക്കളെ ഇതിനകത്ത്? ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഒക്കെയാണ്. ഇനി നോക്കിയേ ഫങ്ഷൻസ്. ഫങ്ഷൻസ് നോക്കിയേ. The department is accountable for various work. അപ്പോ ഹൗസ്കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ്? വേരിയസ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും വേരിയസ് ടാസ്കുകൾ ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെ ഫംഗ്ഷൻ ആണ് അവർ ചെയ്യുന്നത്? നോക്കിയേ. The following some of the functions. ഫസ്റ്റ് വന്നത് ഡെയിലി ക്ലീനിങ് ഉണ്ട്, അതുപോലെ പീരിയോഡിക് ക്ലീനിങ് ഉണ്ട്, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ ഉണ്ട്, ഡിസ്ചാർജ് ക്ലീനിങ് ഉണ്ട്, എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്സ്, അതുപോലെ പ്രിവെൻഷൻ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എൻഷുറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, വാച്ചിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇത്രയും ഫങ്ഷൻസ് ആണ് ഹൗസ് കീപ്പിംഗ് സർവീസിനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ, ഡെയിലി ക്ലീനിങ്. ഡെയിലി ക്ലീനിങ്ങിൽ അവർ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്? ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ്. സ്വീപ്പിംഗ് അറിയാലോ, എന്താ സ്വീപ്പിംഗ്? സ്വീപ്പിംഗ് എന്താ? എന്താ സ്വീപ്പിംഗ്? അടിച്ചു വാരുന്നത്. ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, തുടയ്ക്കുക, അടിച്ചു വാരി തുടയ്ക്കുന്നത്. എന്താണ്? ഡസ്റ്റിംഗ് ഫർണിച്ചർ കേട്ടോ. ഡസ്റ്റിംഗിന്റെ അവിടെ ഒരു കോമ വേണ്ട, ഇതൊന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഡസ്റ്റിംഗ് ഫർണിച്ചർ, ഫർണിച്ചറിന്റെ പൊടികൾ തുടയ്ക്കുക. ക്ലീനിങ് ഫിക്സർ വാൾസ്, അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന വാൾസ് ക്ലീൻ ചെയ്യാം. അതുപോലെ സീലിങ്സ്, അതിന്റെ പൊടിയൊക്കെ തുടയ്ക്കുക. വിൻഡോസ് ആൻഡ് ബാത്റൂംസ് ക്ലീൻ ആക്കാം. എംപ്റ്റി ട്രാഷ്, ട്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചവറ്റുകുട്ടകൾ അല്ലെ. ആ വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ നമ്മള് വേസ്റ്റ് ഒക്കെ കളഞ്ഞ് എംപ്റ്റി ആക്കി വൃത്തിയാക്കി വെക്കാം. അതുപോലെ ഡിഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റേഴ്സ് ഇൻ നഴ്സിംഗ് സ്റ്റേഷൻസ്. നഴ്സിംഗ് സ്റ്റേഷനില് ഫ്രിഡ്ജുകൾ ഉണ്ടാവും, ആ ഫ്രിഡ്ജില് ഐസ് ഒക്കെ എന്ത് ചെയ്യാം? മാറ്റി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? അടിച്ചു വാരി തുടയ്ക്കുക, അതുപോലെ ഫർണിച്ചറിന്റെ പൊടികളൊക്കെ കളയാം, വാൾസിന്റെ ഫിക്സർ വാൾസിന്റെ ക്ലീൻ ചെയ്യാം, അതിന്റെ പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം. സീലിങ്സ് ക്ലീൻ ചെയ്യാം. വിൻഡോസ് ആൻഡ് ബാത്റൂംസ് ഒക്കെ നല്ല വൃത്തിയാക്കിയിടുക. അതുപോലെ ചവിട്ടുകുട്ടുകളൊക്കെ എംപ്റ്റിയാക്കിയിടാം. പിന്നെന്താണ്? നഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്റർ ഉണ്ടാവും, അതിന്റെ ഐസ് ഒക്കെ മാറ്റി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി ക്ലീനിങ്. ഡൗട്ട് ഉണ്ടോ? വായിച്ചാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി എന്താണ്? പീരിയോഡിക് ക്ലീൻ. പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് വാഷിംഗ് വിൻഡോസ്. വാഷിംഗ് വിൻഡോസ്, വിൻഡോസ് ഒക്കെ വാഷ് ചെയ്യാം. വാക്സിംഗ് ഫ്ലോർസ്. വാക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്സിംഗ് മിനുക്കുക. ഓക്കെ, ഫ്ലോർസ് ഒക്കെ തുടയ്ക്കുക എന്നതിന്റെ അർത്ഥം വരുന്നതാണ് കേട്ടോ. ഫ്ലോർസ് തുടയ്ക്കുക, മിനുക്കുക. ഇനി എന്താണ്? ക്ലീനിങ് കാർപ്പറ്റ്സ്. ആ ക്ലീനിങ്ങിന്റെ അവിടെ ആ കോമ വേണ്ട കേട്ടോ, അതൊന്നും വെട്ടിക്കളഞ്ഞു. ക്ലീനിങ് കാർപ്പറ്റ്സ്. അതുപോലെ ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്. പിന്നെന്താ? ആൻഡ് ചേഞ്ചിങ് ഡാപ്രീസ്. ഡ്രാപ്രീസ് കേട്ടോ. ഡ്രാപ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തുണികളൊക്കെ, ബെഡ്ഷീറ്റും കവറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താ ചെയ്യാ? മാറ്റുക. ഇത്രയും കാര്യങ്ങളാണ് പീരിയോഡിക് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ്? നമ്മള് വിൻഡോസ് ഒക്കെ വാഷ് ചെയ്യാം, അതുപോലെ ഫ്ലോർസ് മിനുക്കുക, കാർപ്പറ്റ്സ് ക്ലീൻ ചെയ്യാം, സീലിംഗിന്റെ ഡസ്റ്റ്, സീലിംഗിൽ ഉണ്ടാവുന്ന പൊടികളൊക്കെ തുടയ്ക്കുക, അതുപോലെ തുണികളൊക്കെ ചേഞ്ച് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പീരിയോഡിക് ക്ലീനിങ്. ഇനി എന്താണ്? ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവല്. എന്താണ്? നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ചവറ്റുകുട്ടയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ വേസ്റ്റുകൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ഇൻസിനറേറ്റർ ഡംപിൽ അല്ലെ, ഡംപ് ചെയ്യും. ഇൻസിനറേറ്ററിൽ ഡംപ് ചെയ്തിട്ട് അത് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അറിയാലോ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ. This includes collecting trash and garbages from various points within the hospital and moving them to incinerator dumpster. അല്ലെ?
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് അത് ഇൻസിനറേറ്ററിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് കത്തിച്ച് കളയുന്നു. ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ? അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ്? ഡിസ്ചാർജ് ക്ലീനിങ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, this includes cleaning the patient's room after discharge, after the transfer of a patient and make it ready for another patient. ഡിസ്ചാർജ്, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആകുമ്പോൾ ആ റൂം എന്ത് ചെയ്യണം? അടിമുടി നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലെ? അത് ആരുടെ കടമയാണ്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുടെ കടമയാണ്. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോ അടുത്ത രോഗികളാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാവും, അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണ്? ആ രോഗി വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്ലീൻ ആക്കണം. ആ റൂം നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കണം. ഓക്കെ ആണോ? ഡിസ്ചാർജ് ക്ലീനിങ്. ഇനി എന്താണ്? എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്സ്. എന്താണ് എക്സ്റ്റർമിനേഷൻ എന്നുണ്ടെങ്കിൽ? എക്സ്റ്റർമിനേഷൻ അല്ലെങ്കിൽ എക്സ്റ്റർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കുക. ഓക്കെ, നശിപ്പിക്കുക. ബഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മജീവി. ബഗ്സ് മീൻസ് സൂക്ഷ്മജീവി. പിഗ്സ് എന്താ? പിഗ്സ് എന്താ? ചെറിയ പ്രാണികൾ കേട്ടോ. ഓക്കെ, ചെറിയ പ്രാണികൾ. അപ്പൊ സൂക്ഷ്മജീവികളെയും ചെറിയ പ്രാണികളെയൊക്കെ നശിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ലിക്വിഡ്സ്, അതുപോലെ തന്നെ സ്പ്രേകൾ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്പ്രേകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പ്രാണികളെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ അത് നശിപ്പിച്ച് കളയുന്നുണ്ട്. പിന്നെന്താണ്? പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെ? ഹോസ്പിറ്റലുകളില് ഇൻഫെക്ഷൻ പടർന്ന് പിടിക്കാം, അതൊക്കെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ്? എൻഷുറിംഗ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ. നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇതൊക്കെ ആരാ ചെയ്യാ? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? എല്ലാവരും കിടന്നുറങ്ങിയാ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അല്ലെ? ഇനി എന്താണ്? ലാസ്റ്റ് പോയിന്റ് ആണ് വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. എന്താണ്? ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവില്ലേ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്തുണ്ടാവും? ഓരോ റൂമിലൊക്കെ എന്തുണ്ടാവും? ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവും. അറിയില്ലേ ഇൻഡോർ പ്ലാന്റ്സ്? അതിനൊക്കെ എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യുന്ന ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡെയിലി ക്ലീനിങ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. തുടയ്ക്കുക, അടിക്കുക, അതുപോലെ ഫർണിച്ചറിന്റെ പൊടികൾ കളയുക, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ നേഴ്സിംഗ് സ്റ്റേഷനിൽ ഒരു റെഫ്രിജറേറ്റർ ഉണ്ടാവും. ആ റെഫ്രിജറേറ്ററിൽ നിന്ന് ഐസ് ഒക്കെ എടുത്ത് മാറ്റാം, വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് വേസ്റ്റുകൾ കളയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി പീരിയോഡിക് ക്ലീനിങ്ങിൽ എന്തൊക്കെയാണ്? വിൻഡോസ് ക്ലീൻ ചെയ്യുക, തുടയ്ക്കുക, അതുപോലെ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുക, സീലിംഗ് ക്ലീൻ ചെയ്യുക, അതുപോലെ തുണികളൊക്കെ മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ട്രാഷ് ആൻഡ് ഗാർബേജസ് റിമൂവൽ. വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസിനറേറ്റർ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് നശിപ്പിച്ച് കളയുന്നു, കത്തിച്ച് കളയുന്നു. ഇനി എന്താണ്? ഡിസ്ചാർജ് ക്ലീനിങ്. ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ് എന്റെ റൂമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അടിമുടി നമ്മൾ മൊത്തം നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് അനന്തര പേഷ്യന്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെന്താണ്? എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്സ്. എന്താണ്? ആ സൂക്ഷ്മജീവികള്, ചെറുപ്രാണികളൊക്കെ നശിപ്പിച്ച് കളയാം. പിന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത് കൺട്രോൾ ചെയ്യുകയും നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ വാട്ടർ, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നനച്ചു കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളില്? വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. പഠിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചു വരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.